നമ്മൾ ഇന്നലെ വിചാരിച്ചു ഇതാവുന്നല്ല. അപ്പൊ അങ്ങനെ ഞങ്ങള് ദേ തോരപ്പല്ലിന്ന് വീണ്ടും തിരിച്ചു ഈ കാട്ടിക്കൂടെ തന്നെ മൈസൂർക്ക് പോവാട്ടോ. ഇന്ന് മൈസൂർ എത്തി. വൃന്ദാവനമൊക്കെ കാണാനാണ് പ്ലാൻ. പിന്നെ പോകുന്ന വഴിയാണെങ്കിൽ ഈ കാട് തന്നെയാണ്, പ്രത്യേകിച്ചൊന്നും ഇല്ല അതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട്. മൃഗങ്ങളെയൊന്നും കണ്ടില്ല. പിന്നെ ഇപ്പൊ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു കാർമിക്ക് ഒരു കുരങ്ങൻ ചാടിയിട്ടിരിക്കുന്നുണ്ട്. അത് ആ കാറുകാർക്ക് നീങ്ങാനേ പറ്റണില്ല, കുരങ്ങ ഇറങ്ങണമില്ല. ഭയങ്കര കുസൃതിയായിട്ടുള്ള ആ കുരങ്ങന്മാരാട്ടോ അവിടുത്തെ. ഞങ്ങളുടെ വണ്ടിയുടെ മേലേക്കൊക്കെ ചാടിയിട്ട് അതിന്റെ സ്പോയിലറൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിത് കർണാടക ബോർഡർ കടന്നു. ഇനിയിപ്പോ ബന്ദിപ്പൂര് വഴിയുള്ള പോക്കാണ്. പിന്നെ പോയി കുറച്ച് ഹൈവേയിലേക്ക് പോലെ കടന്നപ്പോൾ അവിടെ ഒരു സൂര്യകാന്തിയുടെ തോട്ടമൊക്കെ കണ്ടു. അവിടെ കുറച്ചു നേരം ഫോട്ടോസും റീൽസിനുള്ള വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി നിന്നതാ. 20 രൂപയാണ് ഒരാൾക്ക് കയറാനുള്ള ചാർജ് കേട്ടോ. ഒരാൾക്ക് അങ്ങനെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടാന്ന് തോന്നുന്നു. ഭയങ്കര ഒരു പറ്റിക്കലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ വണ്ടിയിൽ കയറി. അപ്പോഴത്തേനും എല്ലാവർക്കും ക്ഷീണമായി. കുറെ പേരൊക്കെ ഉറങ്ങി. ഞാനൊരു ചേട്ടനും ഉറങ്ങാണ്ടിരുന്നു. അങ്ങനെ മൈസൂർ എത്തിയ ഉടനെ തന്നെ ഭക്ഷണം കഴിക്കാൻ കയറി. ഒരു സൂപ്പ് ഓർഡർ ചെയ്താണ് അമ്മു. അത് ഈ പാലിൽ എന്തോ ഇട്ടിട്ടാ തന്നിക്കണം. അതാണ് അവിടുത്തെ സൂപ്പ്. ഇത്ര മലയാളി റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അതായത് മലയാളി ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണ്. പക്ഷെ അവിടെ മലയാളികളും അല്ല, അങ്ങനത്തെ ഫുഡും അല്ല. അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു എന്താ ചന്ദന ഫാക്ടറി എന്ന് പറഞ്ഞാൽ അവിടെയും കയറി. അത് ഫാക്ടറിന്ന് അവർ പറയണമെന്നേ ഉള്ളൂ, ചെറിയൊരു ഷോപ്പ് പോലെ. പിന്നെ അങ്ങനെയുള്ള സൂലെത്തി. സൂലാണെങ്കിൽ കുറെ വെരിഫിക്കേഷനൊക്കെ കഴിച്ച് അവർ നമ്മളെ ഭയങ്കരമായിട്ട് സെർച്ചൊക്കെ ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കയറ്റണേ. അങ്ങനെ ഉള്ളിൽ കയറിയത് സാധാരണ സൂലുള്ള പോലൊക്കെ തന്നെ. രണ്ട് സൈഡിലൊക്കെ ആയിട്ട് കുറെ കിളികളും പ്രാവുകളും കുറെ പാരറ്റ്, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറെ എന്താ പറയുക, കുറെ കിളികളൊക്കെ അങ്ങനെയൊക്കെ കണ്ടു. ഞങ്ങളിങ്ങനെ നടന്നു. പിന്നെ നടക്കണത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാരണം വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നാമത് ഇന്നലെയും ഇന്നൊക്കെ യാത്രയല്ലായിരുന്നേ. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സത്യം പറയാലോ, ഭയങ്കര ക്ഷീണം ഫീൽ ചെയ്തായിരുന്നു. എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ മതി എന്ന് സ്റ്റാർട്ടിങ് തന്നെ തോന്നി. ഒന്നാമത് 2 മണി നേരത്തെ ഞങ്ങൾ കയറണേ. അപ്പൊ ഈ 2 മണി നേരത്തെ ആവുമ്പം നല്ല വെയിലുണ്ട്. അപ്പൊ അത്രയും ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളില് നമുക്ക് വെള്ളമൊന്നും കൈപിടിച്ച് കയറാനും പറ്റില്ല. അപ്പൊ അതൊക്കെ അവിടെ വെക്കണം. അപ്പൊ അത് കാരണം ഒന്നുമില്ല, അങ്ങനെ നടക്കേണ്ടി വന്നു. ഭയങ്കര കുറേ ദൂരം നടക്കേണ്ടിയൊക്കെ വന്നപ്പം അതിന്റെ ഒരു ക്ഷീണമുണ്ട്. പിന്നെ എന്താ ഇതിൻ്റെ ഉള്ളിൽ ഇതിനെപ്പറ്റി പറയാനായിട്ട് അങ്ങനെ ഇതിപ്പോ ഈ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെ. ഇതിലിപ്പോ പിന്നെ പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറയാത്തത്, എല്ലാവർക്കും വന്നവർക്കും എന്നല്ല, എല്ലാവർക്കും അറിയാലോ സൂവിൻ്റെ ഉള്ളില് മെയിനായിട്ട് ഇതൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. പിന്നെ വലിയൊരു സൂ ആണ്, നമ്മളിപ്പോ ഇവിടെയൊക്കെ കാണുന്ന പോലെയല്ല. അപ്പൊ അത്രയ്ക്കും, അതായത് മൈസൂരത്തെ എന്ന് പറയുന്നത് തന്നെ ഈ സൂ ആണല്ലോ ഏറ്റവും. ഇതും പിന്നെ പാലസ് ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പൊ പിന്നെ സൂ കാണാണ്ട് എങ്ങനെ തിരിച്ചു പോകുമെന്ന് വെച്ചിട്ട് കയറിയതാ. എനിക്ക് ഭയങ്കര എന്താ പറയാ, ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിലും നടക്കാനുള്ള ഒരു മടി എനിക്ക് വളരെയധികം ഉള്ള ആളാണ് കേട്ടോ. അപ്പം നമ്മുടെ സൂലൊന്നും കാണാത്ത പോലെ ഭയങ്കര വെറൈറ്റികളാണ് ഇവിടെ. പിന്നെ അവരിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കണ്ടല്ലോ, അതിന്റെ ഒരു സന്തോഷം മൃഗങ്ങൾക്കൊക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ആകെ കൂട്ടിലിട്ടോണല്ലോ നിൽക്കണേ. അങ്ങനെ അതൊക്കെ കണ്ട് ഇന്ന് തന്നെ ഞങ്ങള് വൃന്ദാവനം കൂടെ പോവാൻ തോന്നുന്നു. പിന്നെ ഇത് ഒരു ഇഷ്ടമായിട്ട് തോന്നിയത് എന്താ വെച്ചാൽ ഇവര് രണ്ടുപേരും തല്ലൂടണതാ. ഞങ്ങൾ ഭയങ്കരമായിട്ട് കുറേ നേരം രണ്ടുപേരും എന്തൊക്കെയോ സംസാരിച്ച് നിൽക്കുന്നുണ്ട്. ഇത് സംസാരിച്ച് നിന്ന് പെട്ടെന്ന് ആള് മേലേക്ക് കയറുകയാണ്. എന്നിട്ട് ഇവർ അവിടെയും വാക്ക് തർക്കം തന്നെ. എന്താന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. മനസ്സിലാവാത്ത പോലെ അവരുടെ ഭാഷയിൽ അവരെന്തൊക്കെയോ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. തല്ലൂട്ടം തന്നെ സംഭവം. ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഏറ്റവും ജിറാഫ്. എന്ത് ഹൈറ്റാന്നറിയോ. പിന്നെ കുറേ പാമ്പിനെ പറഞ്ഞാൽ പോരാ, എന്തൊക്കെ സൈസ് പാമ്പ്. ഞാൻ ഇതൊന്നും ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളിപ്പോ ഇവിടെ ഒരുപാട് സൂലൊക്കെ കയറിയിട്ടുള്ളതാ, അവിടെ ഒന്നും കണ്ടിട്ടില്ലാത്ത പോലെ കുറേ പാമ്പുകൾ. പാമ്പിനെ പറ്റി പറയാനാണെങ്കിൽ അനകോണ്ട ഉണ്ട്. പിന്നെ അതുപോലെ കിങ് കോബ്ര, ഭയങ്കര പാമ്പുകൾ തന്നെ. തല പൊന്തിച്ച് നോക്കുന്നുണ്ട്. പിന്നെ മലപ്പാമ്പൊക്കെ അവിടെ കിടന്ന് തിരിയുന്നുണ്ട്. പിന്നെ വെള്ളത്തിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാ പാമ്പിനെ കേട്ടോ. ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ പോരാ, പക്ഷെ പേടിക്കുന്ന പോലെ തന്നെ അവരെ കാണുമ്പോഴും. പിന്നെ കണ്ടതാണ് ഈ ജിറാഫ്. എന്താ ഹൈറ്റ് എന്നറിയോ. ഞങ്ങൾ ആദ്യം രഞ്ജോട്ടും കയറിയ വശം തന്നെ പറഞ്ഞത് ഡെമ്മിയാണ് ഉണ്ടാക്കി വെച്ചതല്ലാന്നാ. പക്ഷെ അതിന് കാണുമ്പോൾ തന്നെ നമുക്ക് ബോധം പോവും, അത്രയും ഹൈറ്റ് ഉണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് കുറേ നേരം ആ ജിറാഫ് അനങ്ങാണ്ടൊക്കെ നിൽക്കും. അതൊക്കെ കണ്ടപ്പോൾ അങ്ങനെയൊക്കെ കണ്ട് ഞങ്ങൾ വയ്യാണ്ടായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങി. കുറേ ഒന്നും കണ്ടുതന്നെയില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല, കാരണം അത്രയും ക്ഷീണമായി.
അങ്ങനെ ഇത് കഴിഞ്ഞ് ഇനി വണ്ടിയിൽ കയറി ഇവിടുന്ന് ഇനി വൃന്ദാവൻ ചോദിച്ചു പോകണം. നമുക്കറിയില്ലല്ലോ ഫസ്റ്റ് ടൈം വരണ കാരണം. അങ്ങനെ കുറെ അന്വേഷിച്ച് വൃന്ദാവനിലെത്തി. ഇവിടെയാണെങ്കിൽ ഞങ്ങൾ വരാൻ മെയിൻ എന്ന് പറഞ്ഞ വൈകിട്ടാവുമ്പോൾ എന്താ ഭയങ്കര കച്ചവടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നിറയെ കച്ചവടങ്ങൾ. ചക്ക ഞാൻ ഈ വർഷത്തെ ഏറ്റവും ആദ്യം പഴുത്ത ചക്ക കഴിച്ചത് ഇവിടുന്നാ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല മധുരമുള്ള ചക്കയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു. പിന്നെ വൃന്ദാവനിൽ കയറി കുറച്ചു നേരം ഗാർഡനിൽ കുറച്ചു നേരമൊക്കെ നിന്നോളൂ. നമ്മൾ ലൈറ്റ് കുറഞ്ഞു തുടങ്ങി. പിന്നെ വൈകിട്ട് ആ ഒരു ഡാൻസ് ഉണ്ടല്ലോ, പാട്ടൊക്കെ വെച്ചിട്ടുള്ള വെള്ളത്തിന്റെ, അതൊക്കെ ഒന്ന് കാണാലോ എന്ന് വെച്ചിട്ടാണ് വൈകുന്നേരം വരെ നിക്കാന്ന് കരുതിയ. അപ്പൊ അതിന്ന് രാത്രി തന്നെ കാണാലോ. ഇനിയിപ്പോ നാളെ ആകുമ്പോ ഞങ്ങൾ തിരിച്ചു പോരും ചെയ്യും. അങ്ങനെ വിചാരിച്ചിട്ട് അവിടെ നിന്നു. കുറെ നേരം അവിടെ കിടന്ന് നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്താ പറയാ, അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറെ നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തു. അപ്പോഴത്തേനും വയ്യാണ്ടായി. ഞങ്ങൾ ഇങ്ങനെ അധികം ഒന്നും നടക്കാൻ നിന്നില്ല. കുറച്ചങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോ അവിടെ ഇങ്ങനെ കുറെ എന്താ പറയാ പുല്ലിങ്ങനെ ഉണ്ടായിരുന്നു. പച്ചപ്പിൽ കുറെ നേരമൊക്കെ ഇരുന്നു. കുറെ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ ആ ഒരു അവിടെ 3 ഷോ ആയിട്ട് നടത്തുന്നുണ്ട് കേട്ടോ. 7 മണിക്കുണ്ട്, 7:30-ക്കുണ്ട്, 8 മണിക്കുണ്ട്, 9 മണിയാകുമ്പോഴത്തേനും എല്ലാം ക്ലോസ് ചെയ്യും കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ടൈം ഞങ്ങൾക്ക് പക്ഷെ അത് അറിയണ്ടായില്ല 8 മണിക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്നു. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ അത് 2ാമത്തെ ഷോ ആയിരുന്നു. അപ്പൊ ഇതില് നല്ല പാട്ടോട് കൂടിയിട്ടൊക്കെയാണ് ഇത് ചെയ്യണ. പാട്ടിനനുസരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഈ വാട്ടറിന്റെ ഇങ്ങനത്തെ മൂവ്മെന്റ്സ് ഒക്കെ. പക്ഷെ ഞങ്ങൾക്കത് എന്താ പറയാ, ആ പാട്ട് ഇപ്പൊ ഇതിൽ ഇടാൻ പറ്റില്ല. ഇന്നലെ ഞാൻ ഷോർട്സ് ഇട്ടപ്പോ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഇത് കുറെ പേര് അത് ഷോർട്സ് ഇട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ കോപ്പിറൈറ്റ് എന്ന് കാണിച്ചു. അപ്പൊ ഏതാ സിനിമാ പാട്ടുകളൊക്കെ ആയിരുന്നു ഇതിൽ വരണേ. ഹിന്ദിയും കന്നഡയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊന്നും എനിക്കിതിലെങ്ങനെ ഇടാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഈ സമയത്ത് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പാട്ടിനോടുകൂടെ കേൾക്കുമ്പോൾ നല്ല എയിമാണ്. പോയവർക്കൊക്കെ അറിയാലോ. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഡേ മൈസൂരാണ്. ഇപ്പൊ ഇനി നാളെ ഞങ്ങള് മൈസൂർ പാലസ് കാണാൻ പോകും. അപ്പൊ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും കുറ്റം കുറവുകളൊക്കെ ഉണ്ടാവും ഞങ്ങൾക്ക്. അതൊക്കെ ഇങ്ങനെ എന്താ വഴിയിൽ ശരിയാവുമായിരിക്കും. അപ്പൊ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അപ്പൊ ഇനി എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കണേ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പൊ എന്റെ വീഡിയോസൊക്കെ എല്ലാവരും മുടങ്ങാണ്ട് കണ്ടോളൂ.